വ്യൂവേഴ്സ് എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ലഞ്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഗ്രീൻ പീസ് പുലാവ്, പ്രഷർ കുക്കറിൽ ഗ്രീൻ പീസ് പുലാവും ഒരു മുട്ട റോസ്റ്റും, ഒരു സ്പെഷ്യൽ മുട്ട റോസ്റ്റാണ്, അതാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 4 മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ബസ്മതി അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ പുലാവിനും മുട്ട റോസ്റ്റിനും ഉള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണ്. ഇതിൻ്റെ സാധനങ്ങളുടെ എല്ലാം അളവ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം നമുക്ക് പുലാവ് ഉണ്ടാക്കാം. ഞാനൊരു 4.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരല്പം എണ്ണയും കൂടി ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെ എണ്ണയും ഒഴിച്ചു. ഇതിനകത്തോട്ട് ഒരു കഷ്ണം പട്ട ഒന്ന് മുറിച്ചിട്ടു, പിന്നെ ഒരു 6-7 ഗ്രാമ്പു, ഒരു 10 ഏലക്ക. ഏലക്കയുടെ അളവ് കുറച്ച് കൂടുതലായിരിക്കണം, അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഒരു 10 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, തോരനൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകവും കൂടി ഇട്ടു. ഇനി ഇതിൽ ഒരു സവോള, ഒരു വലിയ സവോള കനം കുറച്ച് അരിഞ്ഞതും, ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ പിടി കാഷ്നട്ടും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ സമയത്ത് ചേർക്കുമ്പം ഈ ചോറൊക്കെ റെഡിയായി കഴിയുമ്പോഴത്തേക്കും ഈ കാഷ്നട്ടും ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റി എടുക്കാം. സവാള കുറച്ചും കൂടെ ഒന്ന് നിറം മാറി വരണം. ഇനി ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചപ്പ് ചുവയുണ്ടല്ലോ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയങ്ങ് മാറുന്നത് വരെ നല്ലതായിട്ട് വഴറ്റാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു, സവോളയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് 2.5 കപ്പ് ബാസ്മതി അരി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പം അരി നല്ലോണം കുതിർത്ത അരിയാണ്, അപ്പോൾ അത് ഉടഞ്ഞു പോവാതെ പതുക്കെ ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിൽ നമ്മൾ ഗ്രീൻ പീസ് ചേർക്കാൻ പോവാണ്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കവറിൽ വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഇതിന് ഏറ്റവും നല്ലത്. കാരണം അല്ലാത്ത സാധാ ഗ്രീൻ പീസ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ച് ആദ്യം പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ഇതുപോലെ ചേർക്കാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലാണ്ട് നമ്മൾ അരി വേവുന്ന സമയം കൊണ്ട് സാധാ ഗ്രീൻ പീസ് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഫ്രോസൺ ഗ്രീൻ പീസ് എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഒരല്പം പുതിനയില അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഈ ഗ്രീൻ പീസ് അല്ലാണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാരറ്റോ ബീൻസോ ഉരുളക്കിഴങ്ങോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊരു മിക്സഡ് പുലാവായിട്ട് മാറും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ 2.5 കപ്പ് അരിയാണ് എടുത്തത്, അതിന് 3 കപ്പ് വെള്ളം. എത്ര അരി എടുക്കുന്നോ അതിനേക്കാളും 1/2 കപ്പ് കൂടുതൽ വെള്ളം എടുത്താൽ മതി. ഇത് കുക്കറിൽ വേവിക്കുന്ന ആയതുകൊണ്ട് ഇരട്ടി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയാൽ മാത്രമേ ചോറ് വെന്ത് കുഴഞ്ഞു പോകാതെ പാകത്തിന് റെഡിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ 2.5 കപ്പ് അരിക്ക് 3 കപ്പ് ചൂടുവെള്ളം. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് അറിയാലോ, നമ്മൾ ഇട്ടിട്ട് ആ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കൂടി നിൽക്കുന്നതായിട്ട് തോന്നണം. എന്നാലേ ചോറൊക്കെ റെഡിയായി കഴിയുമ്പോൾ അതിനകത്ത് പാകത്തിനുള്ള ഉപ്പ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ലാസ്റ്റ് ഒരല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ അത്രയും മതി. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഒട്ടും ചോറ് ഒട്ടി പിടിക്കാതെ കിട്ടും. പിന്നെ നമുക്കത് അടച്ചു വയ്ക്കാം. ഇപ്പം ഞാൻ വെയിറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, വെയിറ്റ് ഇടാതെ കുക്കർ അടച്ചു. ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ആവി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ട് കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് മീഡിയത്തിലോട്ട് വെക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഹൈയിലാണ് വെച്ചിരുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 1 വിസിൽ, അതാണ് കുക്ക് ചെയ്യേണ്ട സമയം.
10 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ വിസിൽ വരുവാണെങ്കിൽ അപ്പം തന്നെ ഓഫ് ചെയ്യുക. അതല്ലെങ്കിൽ കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞിട്ട്, ആവി ഫുള്ള് പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ ഒരു പാനിൽ ഒരല്പം എണ്ണ ഒഴിക്കാം. നമ്മൾ ആ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് എണ്ണ ഒഴിക്കുക. ഇനി ഈ എണ്ണ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അതപ്പം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് എണ്ണ ചൂടാവുന്നതിന് മുന്നെയാണ് പൊടികൾ ചേർക്കേണ്ടത്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. 4 മുട്ടയാണ്. ഇതിനകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ പുറമെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരും. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, ചെറിയ തീയിൽ തന്നെ ഇട്ട് ചെയ്യാം. ഇപ്പോൾ അതെ മുട്ട ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇത്രയും മതി. ഇനി നമുക്കത് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ ഒരല്പം കൂടി എണ്ണ ഒഴിക്കാം. നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിനകത്തേക്ക് ഒരു 3 സവോള കനം കുറച്ച് അരിഞ്ഞതും 1 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നല്ലോണം ഒന്ന് വഴണ്ട് വരണം. സവോള നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊക്കം മാറി വരണം. അതുപോലെ സവോള കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുകയും വേണം. സവോള നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നു, ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികൾ നല്ലോണം മൂക്കണം. പൊടികൾ ഇതുപോലെ നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതായിട്ട് വഴറ്റാം. തക്കാളി ഫുള്ള് വെന്ത് ഈ മസാലയുടെ കൂടെ അങ്ങ് ചേരണം. ഇതിനകത്തോട്ട് ഞാനൊരു അല്പം വെള്ളം ഒഴിക്കുകയാണ്. 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതെ തക്കാളി നല്ലതായിട്ട് വെന്ത് മസാലയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. നല്ലൊരു കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1 ടീസ്പൂൺ സോയ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ എന്ന് വെച്ചാൽ ചെറിയ സ്പൂണാണ്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സോസ് ചേർക്കുമ്പോൾ ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒത്തിരി വേണ്ട, ഇത് മുട്ട റോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. സോസിലൊക്കെ ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി, കുറച്ചേ വേണ്ടി വരുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആഫ്രിക്കൻ മല്ലി അല്ലെങ്കിൽ രസമല്ലി എന്ന് പറയില്ലേ, അതാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ സാധാ മല്ലിയില ഒരു ചെറിയ പിടി ചേർത്താൽ മതി. ഇതിനകത്ത് കറിവേപ്പിലേക്കാളും ടേസ്റ്റ് മല്ലിയില ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇത് നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ആ സവോളയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആവണം. അതുപോലെ ആ ഗ്രേവിക്ക് നമ്മൾ ചേർത്ത മസാലകളുടെയും സോസിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റും വരണം. ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ഇത്രയും വറ്റിയാൽ മതി. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പുലാവിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു മസാല വേണമല്ലോ. അപ്പോൾ ഇത് റെഡി. ഇത് പുലാവിൻ്റെ കൂടെ മാത്രമല്ല, പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. പുലാവ് നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ, ചോറൊക്കെ നല്ല കറക്റ്റ് വേവാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക.
കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പാകത്തിന് വെന്ത് കിട്ടും. നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെയും കുക്ക് ചെയ്യുന്ന സമയവും ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ബാസ്മതി റൈസ് വേവിച്ചെടുക്കാൻ പറ്റും. ലാസ്റ്റ് ഇതിനകത്ത് ഞാനൊരു അല്പം നെയ്യ്, ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്താലും ഒന്നും ചോറ് കുഴഞ്ഞു പോകത്തില്ല, കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പുലാവും റെഡി. അപ്പോൾ ഊണ് റെഡിയായി. ഇനി കുറച്ച് പപ്പടം കൂടി ഫ്രൈ ചെയ്ത് എടുക്കാം. കൂടെ നമുക്ക് വേണമെങ്കിൽ റൈത്തയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഗ്രീൻ പീസ് പുലാവ്. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മിക്സഡ് പുലാവായിട്ടും റെഡിയാക്കാം. അതിൻ്റെ കൂടെ നല്ല അടിപൊളി മുട്ട റോസ്റ്റ്. അതിൻ്റെ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ലഞ്ച് റെഡി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.